Hello friends, welcome to my English classroom. In this class, we are going to discuss about a short story, Average Waves in Unprotected Waters, written by Ann Taylor. അമേരിക്കൻ എഴുത്തുകാരിയായ ആൻ ടൈലറിൻ്റെ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന ചെറുകഥയെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ബെറ്റ് ബ്ലെവിൻസ് എന്ന ഒരു അമ്മയുടെ ഒരു ദിവസത്തെ ജീവിതത്തിലൂടെയും ഒരുപാട് കാലത്തെ ഓർമ്മകളിലൂടെയും കടന്നുപോയിക്കൊണ്ട് സമൂഹം തിരസ്കരിച്ച ചിലരുടെ ജീവിതം യഥാർത്ഥ ജീവിതമെന്നോണം വരച്ച് കാണിക്കുകയാണ് ആൻ ടൈലർ ഈ ചെറുകഥയിലൂടെ ചെയ്യുന്നത്. ഈ ചെറുകഥയുടെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. ചെറുകഥയെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ എഴുത്തുകാരിയെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. ആൻ Taylor. Ann Taylor is an American novelist, short story writer, and literary critic. Was born in Minneapolis, Minnesota in 1941. അമേരിക്കൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തും സാഹിത്യ വിമർശകയുമായ ആൻ ടൈലർ 1941 അമേരിക്കയിലെ മിനസോട്ട എന്ന നഗരത്തിലെ മിനപ്പോളിസ് എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ആൻ ടൈലർ spent her childhood living in various Quaker communities. ചെറുപ്പകാലം മുഴുവൻ ക്വേക്കർ കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ് ഇവരെ ജീവിച്ചത്. ക്വേക്കർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിയാണ്. ഒരു പ്രത്യേകതരം ജീവിത രീതികളുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ക്വേക്കർ. ക്വേക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫ്രണ്ട്സ് എന്നാണ്. ഷീ ഹാസ് പബ്ലിഷ്ഡ് 22 നോവൽസ്. 22ഓളം നോവലുകൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻ ടൈലേഴ്സ് ഫസ്റ്റ് 2 ബുക്സ്, If Morning Ever Comes 1964 and The Tin Can Tree 1965 set the tone for her ability to render emotionally complex characters with impressive detail. 1964 ഇറങ്ങിയ ഇഫ് മോർണിംഗ് എവർ കംസ് എന്ന പുസ്തകവും 1965 ഇറങ്ങിയ ദ ടിൻ കാൻ ട്രീ എന്ന പുസ്തകത്തോടു കൂടിയും വളരെ സങ്കീർണമായ കഥാപാത്രങ്ങളെ വിവരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് ആൻ ടൈലർ തെളിയിച്ചു. The subsequent efforts, including Celestial Navigation 1974 and Searching for Caleb 1975, also drew strong reviews. പിന്നീട് ഇറങ്ങിയ ഈ 2 പുസ്തകങ്ങൾക്കും വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാനായി. By the time of her 9th book, അങ്ങനെ 9ാമത്തെ പുസ്തകം ഇറങ്ങിയപ്പോൾ ഡിന്നർ അറ്റ് ദ ഹോംസിക് റെസ്റ്റോറൻറ്റ് 1982 ഇറങ്ങിയ ഈ പുസ്തകത്തോടു കൂടി ടൈലർ വാസ് എ ബോണഫൈഡ് ലിറ്റററി സ്റ്റാർ. വളരെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി സാഹിത്യലോകത്ത് ആൻ ടൈലർ എത്തിക്കഴിഞ്ഞിരുന്നു. ഹെർ വൈഡ്ലി പ്രൈസ്ഡ് ഫോളോ അപ്പ് നോവൽ ദ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് 1985 വാസ് മെയ്ഡ് ഇൻ ടു എ ഫീച്ചർ ഫിലിം ഇൻ 1988. ഇവരുടെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നായ ദ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് 1985 ഇറങ്ങിയ ഈ നോവൽ പിന്നീട് 1988 ഒരു സിനിമയാക്കുകയും ചെയ്തു. That year, she also published Breathing Lessons, which earned the Pulitzer Prize for Fiction. 1985 തന്നെ ഇറങ്ങിയ ബ്രീത്തിങ് ലെസൺസ് എന്ന പുസ്തകത്തിന് മികച്ച കഥയ്ക്കുള്ള പുളിറ്റ്സർ സമ്മാനം ലഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിലും വ്യത്യസ്തങ്ങളായ നിരവധി നോവലുകൾ ആൻ ടൈലർ രചിച്ചു. ടൈലർ ആൾസോ പെൻഡ് സെവറൽ ഷോർട്ട് സ്റ്റോറീസ്, edited 3 anthologies and created 2 children's books. നോവലുകൾ മാത്രമല്ല, ചെറുകഥകളും മറ്റ് കവിതാ സമാഹാരങ്ങളും കുട്ടികളുടെ രചനകളും ആൻ ടൈലർ എഴുതിയിട്ടുണ്ട്. Along with the Pulitzer Prize, Ann Taylor has been honored with some of the literary world's most prestigious awards, including the 1986 National Book Critics Award for The Accidental Tourist. പുളിറ്റ്സർ സമ്മാനം മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള മറ്റനേകം ബഹുമതികൾ ആൻ ടൈലറിനെ തേടിയെത്തിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമാണ് 1986 ലഭിച്ച നാഷണൽ ബുക്സ് ക്രിറ്റിക്സ് അവാർഡ്. ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന നോവലിനാണ് ഇത് ലഭിച്ചത്. She has been a member of the American Academy of Arts and Letters since 1983. 1983 മുതൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സിലെ ഒരു അംഗം കൂടിയാണ് നമ്മുടെ എഴുത്തുകാരിയായ ആൻ ടൈലർ. കഥയിലേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് നമ്മുടെ കഥയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്.
ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂ യോർക്കർ ഓൺ ഫെബ്രുവരി 28, 1977. 1977 ഫെബ്രുവരി 28 ദ ന്യൂ യോർക്കർ എന്ന മാഗസിനിലാണ് ഈ കഥ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ഈസ് വൺ ഓഫ് ദ വെൽ നോൺ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് ആൻ ടൈലർ. ആൻ ടൈലറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്ന് തന്നെയാണ് ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. മെമ്മറി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്റ്റോറി as it is presented as a disconnecting as well as connecting force. ഓർമ്മകൾക്കാണ് ഈ കഥയിൽ പ്രഥമ പരിഗണന എഴുത്തുകാരി നൽകിയിരിക്കുന്നത്. ഓർമ്മകളിലൂടെ ജീവിതത്തിലെ ബന്ധങ്ങളെയും ബന്ധങ്ങൾ തകരുന്നതിനെയും കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. both allowing characters to make discoveries about themselves and serving as a means of alienation. ഓർമ്മകളിലൂടെ സ്വയം കണ്ടെത്തുന്ന രീതിയും അതുപോലെ ഒറ്റപ്പെടലിൻ്റെ വേദനയും കൃത്യമായി വരച്ചു കാണിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നു. ദ സ്റ്റോറി ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് പ്രോഗ്രസസ് ഇൻ എ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കഥ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. എന്താണ് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ? കഥയിലെ ഒരു കഥാപാത്രമല്ലാതെ കഥയുടെ പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ കഥ പറയുന്ന രീതിയാണ് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. The story deals with the pangs of an ordinary working class woman, Bette Blevins, who attempts to institutionalize her 9-year-old mentally retarded son, Arnold. ഇത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ സങ്കടങ്ങളുടെ കഥയാണ്. ബെറ്റ് ബ്ലെവിൻസ് എന്നാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര്. Who attempts to institutionalize her 9-year-old mentally retarded son, Arnold. 9 വയസ്സുകാരനായ മാനസികമായ വളർച്ചയില്ലാത്ത അർണോൾഡ് എന്ന തൻ്റെ മോനെ ഒരു ഹോസ്പിറ്റലിൽ താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള ശ്രമത്തിലാണ് ബെറ്റ് ബ്ലെവിൻസ്. ദ സ്റ്റോറി ഈസ് ഡെൽറ്റ് വിത്ത് ദ തീംസ് ലൈക്ക് ദ ഫാമിലി ആൻഡ് ദ റോൾ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻഷിപ്പ് ടു ദ ഫാമിലി, പാരൻറ്റിംഗ് ആൻഡ് മെമ്മറി, അബ്സെൻറ്റ് ഫാദേഴ്സ്, ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. ഈ കഥയിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് കുടുംബമാണ്, കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങളിൽ ഓരോ വ്യക്തിക്കുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. പാരൻറ്റിംഗ് ആൻഡ് മെമ്മറി, രക്ഷിതാക്കളുടെ കർത്തവ്യബോധത്തെക്കുറിച്ചാണ്, അവരുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. മെമ്മറി, ഓർമ്മകളെക്കുറിച്ചാണ്. അബ്സെൻറ്റ് ഫാദേഴ്സ്, കൂടെയില്ലാത്ത അച്ഛന്മാരെക്കുറിച്ചാണ്. ഐഡൻറ്റിറ്റി, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചാണ്. സെൽഫ് ഡിസ്കവറി, സ്വയം കണ്ടെത്താനുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതയാത്രകളെക്കുറിച്ചാണ്. ബെറ്റ് ബ്ലെവിൻസ്, the protagonist of the story, defines herself as a mother throughout the story. കഥയിലുടനീളം താനൊരു അമ്മയാണ് എന്ന വ്യക്തമായ ധാരണയോടെയാണ് കേന്ദ്ര കഥാപാത്രമായ ബെറ്റ് ബ്ലെവിൻസ് മുന്നോട്ട് പോകുന്നത്. And her role as a single mother in her family of 2 is complicated by the fact that she is a mother of disabled son. 2 പേർ മാത്രമുള്ള ഒരു കുടുംബത്തിലെ അമ്മയായത് മാത്രമല്ല, ഒരു മാനസിക വളർച്ചയില്ലാത്ത കുഞ്ഞിൻ്റെ അമ്മയായതാണ് ഏറ്റവും സങ്കീർണമായ ജീവിതമാക്കി ഇവരുടേത് മാറ്റുന്നത്. ദ ടൈറ്റിൽ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് സ്പീക്സ് അബൌട്ട് ബെറ്റ്സ് മെമ്മറി ഓഫ് ഹർ ചൈൽഡ്ഹുഡ് അറ്റ് ദ ഷോർ. കടൽ തീരത്ത് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ കുട്ടിക്കാല അനുഭവങ്ങളിൽ നിന്നാണ്, ആ ഓർമ്മകളിൽ നിന്നാണ് ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന പേര് ഈ കഥയ്ക്ക് ലഭിക്കുന്നത്. When her father couldn't arrange his day till he had heard the marine forecast. സമുദ്രവുമായി ജീവിക്കുന്ന തൻ്റെ അച്ഛന് കാലാവസ്ഥാ പ്രവചനം അറിയാതെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ ദിവസവും എത്തരത്തിലുള്ള തിരമാലകളാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ഓരോ ദിവസവും മീൻ പിടിച്ചും മറ്റും തൻ്റെ അച്ഛൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ദ ഹൈറ്റ് ഓഫ് ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. ഈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സിൽ, സുരക്ഷിതമില്ലാത്ത ഈ വെള്ളത്തിൽ, സുരക്ഷിതമല്ലാത്ത ആ സമുദ്രത്തിൽ ഏത് രീതിയിലാണ് തിരമാലകൾ വരുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ കഥയുടെ പേരും, ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. സുരക്ഷിതമല്ലാത്ത സമുദ്രത്തിലെ സാധാരണമായ തിരമാലകൾ. എന്നാൽ തീർച്ചയായിട്ടും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം കൂടി ഈ കഥയിലൂടെ ലഭിക്കുന്നുണ്ട്. The marine forecast and height of waves determined if the water was safe for the swimmers. നീന്തലുകാർക്ക് ആ സമുദ്രം അന്നത്തെ ദിവസം സുരക്ഷിതമാണോ എന്ന് തീരുമാനിക്കുന്നത് സമുദ്രത്തിലെ കാലാവസ്ഥാ പ്രവചനവും അന്നത്തെ തിരമാലകളുടെ ഉയരവുമാണ്. As a child, Bette's father tried to teach her body surf in these average waves.
ഒരു കുട്ടിയായിരിക്കുമ്പോൾ ബെറ്റിനെ തൻ്റെ അച്ഛൻ ഈ തിരമാലകൾക്കിടയിൽ, സാധാരണമായിട്ടുള്ള ദിവസങ്ങളിലെ തിരമാലകൾക്കിടയിൽ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. ബട്ട് ഷീ കുഡിൻ ഡു ഇറ്റ്. പക്ഷേ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ബെറ്റ് ബ്ലെവിൻസിന് അത് സാധിക്കുമായിരുന്നില്ല. ഷീ ജസ്റ്റ് സ്റ്റുഡ് ഇൻ ദ വേവ്സ്. തിരമാലകളിൽ ഇറങ്ങി നിന്ന് അതിനെ ശക്തമായി നേരിടാൻ മാത്രമാണ് ബെറ്റിന് ഇഷ്ടമുണ്ടായിരുന്നത്. നൗ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ, the average waves that appear in her life are the average troubles that appear in everyday life. കഥയുടെ പേരിന് കൃത്യമായ മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആ തിരമാലകൾ എന്ന് പറയുന്നത്, ദ ആവറേജ് വേവ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള ആവറേജ് ട്രബിൾസ് ആണ്, ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ദാറ്റ് അപ്പിയർ ഇൻ എവരി ഡേ, ഓരോ ദിവസവും നേരിടേണ്ടി വരുന്ന, ദിവസവും നേരിട്ട് കൊണ്ടിരിക്കുന്ന തിരമാലകൾ ജീവിതത്തിലെ സംഘർഷങ്ങളെയാണ് കാണിക്കുന്നത്. ദേ ആർ ദ ലോസ് ഓഫ് ഹർ ബിലൗഡ് ഹസ്ബൻഡ്. ആ വലിയ സങ്കീർണമായ സങ്കടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതാണ്. ദ ലോസ് ഓഫ് പാരൻസ്, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട സങ്കടമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഹർ സൺ, മനസ്സില്ലാ മനസ്സോടെ തൻ്റെ മകനെ ഹോസ്പിറ്റലിൽ താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള അവസാന സങ്കടകരമായ തീരുമാനമാണ്. ഇതെല്ലാമാണ് ഓരോ ദിവസത്തെയും അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് അല്ലെ, ഓരോ ദിവസത്തെയും ആവറേജ് വേവ്സ്, തൻ്റെ നേർക്ക് വരുന്ന തിരമാലകൾ, തൻ്റെ നേർക്ക് വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ. ദ ആവറേജ് വേവ്സ് ഇൻ ദ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് represents both the true ocean waves of her childhood and ordinary troubles she faced in her current life. ഒരേ സമയം തന്നെ രണ്ട് ചിത്രങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ് കഥയുടെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്, കടൽക്കരയിൽ ജീവിച്ചപ്പോഴുണ്ടായ ആ തിരമാലകളാണ്. മറ്റൊന്ന് ദ ഓർഡിനറി ട്രബിൾസ് ഷീ ഫേസ്ഡ് ഇൻ ഹർ കറൻറ്റ് ലൈഫ്, ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമങ്ങളെയാണ്, ഈ ദുരിതങ്ങളെയാണ് തിരമാലകളായി ചിത്രീകരിക്കുന്നത്. ദർ ഈസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി ഹിയർ ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ അസാധാരണമായ ഒന്നുമില്ല. സാധാരണമല്ലാത്ത, നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യവും ഈ കഥയിൽ പറയുന്നില്ല. മറിച്ച് സാധാരണമായൊരു കഥയാണിത്. ലോകത്ത് മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ബെറ്റ് ബ്ലെവിൻസിനെ ആൻ ടൈലർ ചിത്രീകരിക്കുന്നത്. ബെറ്റ് സിംപ്ലി ഡെൽറ്റ് വിത്ത് എ ഡേ ഇൻ ഹർ ഓർഡിനറി ഡിഫിക്കൽട്ട് ലൈഫ്. ബുദ്ധിമുട്ടേറിയ ഈ ജീവിതത്തിലെ സാധാരണമായ ഒരു ദിവസത്തിൻ്റെ കഥയാണിത്. ആൻഡ് നെറേറ്റ്സ് ഹൗ ഷീ ഫേസസ് ലൈഫ് വിത്ത് ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് എൻഡ്യൂറൻസ്. എങ്ങനെയാണ് ഈ സങ്കടമേറിയ ജീവിതത്തിനിടയിലും ജീവിതം സഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. വിത്ത് ഡിറ്റാച്ച്മെൻറ്റ്, ഒരുപാട് വേർപാടുകൾക്കിടയിലും, ആൻഡ് എൻഡ്യൂറൻസ്, എല്ലാം സഹിച്ചുകൊണ്ടും എങ്ങനെയാണ് ബെറ്റ് ബ്ലെവിൻസ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ കഥയിലൂടെ, ഒരു ദിവസത്തെ സംഭവങ്ങളിലൂടെ ഈ കഥ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലൂടെ വിശദമായി ഒന്ന് പോയി നോക്കാം. While the story Average Waves in Unprotected Waters begins, the protagonist Bette Blevins prepares her 9-year-old mentally retarded son Arnold for a treatment in Parkin State Hospital. കഥ തുടങ്ങുമ്പോൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. കൃത്യമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വായനക്കാരനോട് വ്യക്തമാക്കാതെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. The protagonist Bette Blevins prepares her 9-year-old mentally retarded son Arnold. തൻ്റെ മകനായ അർണോൾഡിനെ, മാനസിക വൈകല്യമുള്ള 9 വയസ്സുകാരനായ അർണോൾഡിനെ ഒരുക്കുകയാണ് ബെറ്റ് ബ്ലെവിൻസ് കഥയുടെ തുടക്കത്തിൽ ചെയ്യുന്നത്. പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്കാണ് അവർ പോകുന്നതെന്ന് പിന്നീട് കഥയിൽ നിന്ന് മനസ്സിലാക്കാം. എവറി ബ്ലെവിൻസ് ഈസ് ബെറ്റ്സ് ഹസ്ബൻഡ്. എവറി ബ്ലെവിൻസ് ആണ് ബെറ്റിൻ്റെ ഭർത്താവ്. who left her and their son Arnold a few weeks after learning that Arnold was mentally retarded. തൻ്റെ മകനായ അർണോൾഡിന് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ അച്ഛനായ എവരി ബ്ലെവിൻസ് രണ്ടുപേരെയും ഉപേക്ഷിച്ച് പോകുന്നു. As Avery leaves her family, Bette realizes that it will be too difficult to manage Arnold in that shabby one-roomed apartment. അച്ഛൻ ഉപേക്ഷിച്ച് പോയതോടെ തൻ്റെ മകനെയും കൊണ്ട് ആ പഴകിയ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന് അമ്മയായ ബെറ്റിന് മനസ്സിലാവുന്നു.
തൻ്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അതേ വീട്ടിൽ തന്നെ കുറച്ചു കാലം കൂടെ ജീവിക്കാൻ ബെറ്റ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് തനിക്ക് കഴിയില്ല എന്ന് അവസാനം മനസ്സിലാക്കുന്നു. അങ്ങനെ തൻ്റെ മകനെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ആക്കാൻ വളരെ വിഷമത്തോടെ ആ അമ്മ തീരുമാനിക്കുന്നു. വെൻ ദേ ലീവ് ദ അപ്പാർട്ട്മെൻറ്റ്, മിസ്സസ് പക്കറ്റ്, ദെയർ നൈബർ ഹൂ ഈസ് ക്രൈയിങ്, സ്റ്റോപ്സ് ബെറ്റ് ആൻഡ് ഗീവ്സ് കുക്കീസ് ഫോർ അർണോൾഡ്. അങ്ങനെ എന്നേക്കുമായി ആ അമ്മയും മകനും ആ അപ്പാർട്ട്മെൻറ്റ് വിട്ടിറങ്ങുന്നു. ഇറങ്ങുമ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന അയൽക്കാരിയായ മിസ്സസ് പക്കറ്റിനെയാണ്. അവർ അർണോൾഡിന് ഏറെ പ്രിയപ്പെട്ട കുക്കീസുമായാണ് കാത്തിരിക്കുന്നത്. ദോ ബെറ്റ് വിഷ്ഡ് അർണോൾഡ് വുഡ് ഗേവ് ദ ഓൾഡ് ലേഡി എ ഹഗ് ഓർ ജസ്റ്റ് ടേക്ക് ദ കുക്കീസ് ഓഫർ ടു ഹിം. അമ്മയായ ബെറ്റ് ആശിക്കുകയാണ് തൻ്റെ മോൻ ആ സ്ത്രീയെ പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, അവർ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കുക്കീസ് ബിസ്ക്കറ്റ് ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ. ഹീ റാൻ ഓഫ് വിതൗട്ട് അക്നോളജിങ് ഹർ. പക്ഷേ സംഭവിക്കുന്നത് മറിച്ചാണ്. മിസ്സസ് പക്കറ്റിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അർണോൾഡ് നടന്നു നീങ്ങുന്നു. ആഫ്റ്റർ ടേക്കിംഗ് എ ബസ് ഫ്രം ദെയർ അപ്പാർട്ട്മെൻറ്റ്, ബെറ്റ് ആൻഡ് അർണോൾഡ് അറൈവ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ഒരു ബസ്സിൽ കയറി അവർ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നു. ആസ് അർണോൾഡ് വാസ് ട്രാവലിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ എ ട്രെയിൻ, ഹി വാസ് എ ലിറ്റിൽ നെർവസ്, ബൗൺസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ഹിസ് സീറ്റ്. ആദ്യമായാണ് അർണോൾഡ് ഒരു ട്രെയിനിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെപ്രാളം അവനുണ്ട്. അവൻ സീറ്റിലിരുന്ന് തുള്ളിച്ചാടുന്നു. വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ്, ഹീ ക്രൗഡ് ആൻഡ് പുൾഡ് അറ്റ് ഹർ സ്ലീവ്. ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതോടെ അവൻ ബഹളം വയ്ക്കുകയും അമ്മയുടെ വസ്ത്രത്തിൻ്റെ കൈഭാഗം പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു. ബെറ്റ് പർച്ചേസ്ഡ് ഗം. സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവൻ ഇഷ്ടപ്പെട്ട ചൂയിങ് ഗം അമ്മ വാങ്ങിച്ചിരുന്നു. വിച്ച് ഷീ ഗേവ് ടു ദ നെർവസ് അർണോൾഡ്. വെപ്രാളം പിടിച്ചിരിക്കുന്ന അർണോൾഡിന് ആ മിഠായി അമ്മ നൽകുന്നു. ആസ് ദ ട്രെയിൻ ലീവ്സ്, ഹീ ബിക്കംസ് കാം ആൻഡ് ഫാൾസ് അസ്ലീപ്. ട്രെയിനിൻ്റെ വേഗത കൂടിയതോടെ അർണോൾഡ് ശാന്തനാവുകയും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. വൈൽ അർണോൾഡ് സ്ലീപ്സ്, ബെറ്റ്സ് മെമ്മറി ഗോസ് ബാക്ക് ടു അർണോൾഡ്സ് ചൈൽഡ്ഹുഡ് ഡേയ്സ്. അർണോൾഡ് ഉറങ്ങിയതോടെ ബെറ്റിൻ്റെ ഓർമ്മകൾ മുഴുവൻ അർണോൾഡിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകുന്നു. ആൻഡ് ഷീ റിമെമ്പേഴ്സ് ഹർ ഹസ്ബൻഡ് എവറി. തൻ്റെ ഭർത്താവായ എവറിയെക്കുറിച്ച് ബെറ്റ് ഓർക്കുന്നു. ഹു ലെഫ്റ്റ് ദം എ ഫ്യൂ വീക്സ് ആഫ്റ്റർ അർണോൾഡ്സ് മെൻ്റൽ ഡിസബിലിറ്റി വാസ് ഡയഗ്നോസ്ഡ്. അർണോൾഡിന് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അച്ഛനായ എവറി ബെറ്റിനെയും അർണോൾഡിനെയും ഉപേക്ഷിച്ചു പോകുന്നു. ബെറ്റ് റിഗ്രറ്റ്സ് അബൌട്ട് ഹർ ഡിസിഷൻ ടു മാരി എവറി അറ്റ് ഹർ യങ് ഏജ്, ഇവേഡിങ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ഹർ പാരൻസ്. തൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടക്കേടെല്ലാം മറികടന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിയെ കല്യാണം കഴിക്കാനുള്ള തൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് ബെറ്റ് തിരിച്ചറിയുന്നു. ആൾസോ ബെറ്റ് സ്പെക്കുലേറ്റ്സ് ദാറ്റ് ദ ജീൻ ദാറ്റ് കോസ്ഡ് അർണോൾഡ് ഡിസബിലിറ്റി കെയിം ഫ്രം ഹർ. തന്നിൽ നിന്നാണ്, തൻ്റെ ജീനിൽ നിന്നാണ് അർണോൾഡിന് ഇങ്ങനെയൊരു അസുഖമുണ്ടായത് എന്ന് ബെറ്റ് ചിന്തിക്കുന്നു. ബിക്കോസ് ഷീ നെവർ കുഡ് ഡു എനിത്തിങ് ആസ് വെൽ ആസ് മോസ്റ്റ് പീപ്പിൾ. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതൊന്നും നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ബെറ്റ് കേട്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാം തൻ്റെ കുറ്റമാണ്, തൻ്റെ ബാക്കിയാണ് എല്ലാ അസുഖവും എന്ന് ബെറ്റ് ചിന്തിക്കുന്നു. ദെൻ ഷീ റീകളക്ട്സ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വെർ എവറിത്തിങ് ഹാഡ് ബീൻ റൂൾഡ് ബൈ ദ സീ. തൻ്റെ ഭർത്താവിനെ കുറിച്ചോർത്ത്, ആ ഭർത്താവിനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചോർത്ത് അവസാനം തൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ബെറ്റ് ചിന്തിച്ചു പോകുന്നു. ദെൻ ഷീ റീകളക്ട്സ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് ബെറ്റ് വഴുതി വീഴുന്നു. വെർ എവറിത്തിങ് ഹാഡ് ബീൻ റൂൾഡ് ബൈ ദ സീ. അന്ന് എല്ലാം നിയന്ത്രിച്ചിരുന്നത് കടലാണ്. ഹെർ ഫാദർ കുഡിൻറ്റ് അറേഞ്ച് ഹിസ് ഡേ ടിൽ ഹി ഹാഡ് ഹേർഡ് ദ മറൈൻ ഫോർകാസ്റ്റ്. സമുദ്രത്തിലെ ആ കാലാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു ദിവസം തീരുമാനിക്കാൻ കഴിയാത്ത അച്ഛന് മീൻപിടുത്തവും മറ്റുമാണ് ജോലിയായിരുന്നത്. ഓരോ ദിവസത്തെയും തിരമാലകളുടെ തീവ്രത, അതായത് സമുദ്രത്തിലെ കാലാവസ്ഥ അറിഞ്ഞാൽ മാത്രം തീരുമാനിക്കപ്പെടുന്ന ജോലിയായിരുന്നു അച്ഛന്. ഹീ ലവ് ടു ഫിഷ്. മീൻ പിടിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അച്ഛന്. ഓഫ് ഷോർ ആൻഡ് ഓൺ. കടൽ തീരത്തും കടലിൽ ചെന്നിട്ടും ഇയാൾ മീൻ പിടിക്കുമായിരുന്നു. ദോ ഹീ ട്രൈ ടു ടീച്ച് ഹെർ ടു ബോഡി സർഫ്, ഷീ കുഡിൻറ്റ് ഡു ഇറ്റ്. ഒരുപാട് സമയങ്ങളിൽ അച്ഛൻ മകളെ നീന്തൽ പഠിപ്പിക്കുമായിരുന്നു. തിരമാലകളിൽ നീന്തുന്നതാണ് ബോഡി സർഫിംഗ് എന്ന് പറയുന്നത്. ഷീ സ്റ്റുഡ് സ്റ്റോഞ്ച് ബിറ്റ്വീൻ ദ വേവ്സ് ആസ് ഇഫ് ഇറ്റ് വാസ് എ വിർച്യു. എന്നാൽ
നീന്തൽ പഠിക്കാൻ നമ്മുടെ നായികയായ ബെറ്റിന് ഇഷ്ടമായിരുന്നില്ല. ആ വലിയ തിരമാലകളെ നെഞ്ചും വിരിച്ച് നേരിടാനായിരുന്നു ബെറ്റിനിഷ്ടം. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ നീന്തൽ പഠിക്കാതെ തിരമാലകളെ വളരെ ശക്തിയോടെ നേരിടുന്നത് എന്ന് വിവരിക്കാൻ നമ്മുടെ ബെറ്റിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹർ ഫാദർ തോട്ട് ഷി വാസ് സ്കേർഡ്. വളരെ പേടിച്ചിട്ടാണ്, തിരമാലകളോടുള്ള പേടിയാണ് ബെറ്റിന് നീന്താൻ കഴിയാത്തത് എന്ന് അച്ഛൻ ചിന്തിക്കുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ ദാറ്റ് അറ്റ് ആൾ. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല എന്ന് ഓർമ്മകളിൽ ബെറ്റ് ഓർത്തെടുക്കുന്നു. ബെറ്റ് ഡ്രോസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ വേവ്സ് ആൻഡ് ഹെർ ലൈഫ് വിത്ത് അവറി. തൻ്റെ ഭർത്താവായ അവറിയുമൊത്തുള്ള ജീവിതവും ആ തിരമാലകൾക്കും ബന്ധമുണ്ട് എന്ന് ബെറ്റ് ചിന്തിക്കുന്നു. വൈൽ എവറി ലെഫ്റ്റ് ഹെർ ഷീ സ്റ്റേയ്ഡ് ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് ഫോർ എ വൈൽ. തങ്ങളെ ഉപേക്ഷിച്ച് ഭർത്താവായ അവരി പോയെങ്കിലും കുറച്ചു കാലം കൂടി അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആ അമ്മയും മകനും താമസിക്കുന്നു. ബിക്കോസ് ഷീ ടുക്ക് സം കംഫർട്ട് ഫ്രം എൻഡ്യൂറിങ്. അതിന് കാരണമായി ബെറ്റ് ചിന്തിക്കുന്നത് സഹിക്കുന്നതിലൂടെ കുറച്ച് ആശ്വാസം ലഭിച്ചിരുന്നു എന്നാണ്. ആ തിരമാലകളെ വളരെ ശക്തിയോടെ നേരിട്ട് അതിൻ്റെ വേദന സഹിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദമായിരുന്നു ബെറ്റിന് എന്നും ഇഷ്ടം. അതുപോലെ കുറച്ച് ദിവസം അതേ വീട്ടിൽ തന്നെ താമസിച്ച് തൻ്റെ ആ വലിയ നഷ്ടം, ആ വലിയ സങ്കടം സഹിക്കുകയായിരുന്നു ബെറ്റ് ചെയ്തിരുന്നത് എന്നർത്ഥം. ഹെർ തോട്ട്സ് അബൌട്ട് ദ പാസ്റ്റ് വർ ഡിസ്റ്റർബ്ഡ് വെൻ അർണോൾഡ് വേക്സ് അപ്പ്. പെട്ടെന്ന് അർണോൾഡ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ബെറ്റ് തൻ്റെ ചിന്തകളിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു. ഓൺ ദെയർ വേ ടു പാർക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ അർണോൾഡ് ഡിമാൻഡ്സ് എ കുക്കി ഫ്രം ബെറ്റ്. അങ്ങനെ അവർ ട്രെയിൻ ഇറങ്ങി കാറിൽ പാർക്കിൻസ് ഹോസ്പിറ്റലിലേക്ക് യാത്രയാകുന്നു. യാത്രക്കിടയിൽ തനിക്കൊരു കുക്കി വേണമെന്ന് അമ്മയോട് അർണോൾഡ് ആവശ്യപ്പെടുന്നു. ബട്ട് ഷീ റെഫ്യൂസസ് ടു ഗീവ് ഹിം ഇനീഷ്യലി. എന്നാൽ ആദ്യം അത് നൽകാൻ അമ്മ തയ്യാറാകുന്നില്ല. വസ്ത്രത്തിലെല്ലാമാക്കി വൃത്തികേടാക്കുമെന്ന ഭയത്തിനാലാണത്. ബൈ തിങ്കിങ് ദാറ്റ് ഹി മേ ഗെറ്റ് ആംഗ്രി ബെറ്റ് ബ്രേക്സ് ഓഫ് എ ലിറ്റിൽ പീസ് ഓഫ് കുക്കി ആൻഡ് ഗീവ് ഇറ്റ് ടു ഹിം. എന്നാൽ അവൻ കൂടുതൽ ദേഷ്യപ്പെട്ടാലോ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് പേടിച്ച് ഒരു ബിസ്ക്കറ്റിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ച് അവന് കൊടുക്കുന്നു. വൈൽ ദേ റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ഷീ ആസ്ക്ഡ് ദ ക്യാബ് ഡ്രൈവർ ടു വെയിറ്റ് ഫോർ ഹർ അണ്ടിൽ ഷീ കംസ് ബാക്ക്. അവിടെ ഹോസ്പിറ്റലിലെത്തി അവരിറങ്ങിയ ഉടനെ തന്നെ ഡ്രൈവറോട് പെട്ടെന്ന് പോകരുതെന്നും അവിടെ തന്നെ തനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ബെറ്റ് ട്രൈസ് ടു ടെൽ ദ നേഴ്സ് ഹൗ ടു കെയർ ഫോർ അർണോൾഡ്. അർണോൾഡിനെയും കൊണ്ട് അവന് താമസിക്കാനുള്ള റൂമിലെത്തിയ അമ്മ നേഴ്സിനോട് അവൻ എങ്ങനെയെല്ലാമാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വെൻ ദ നേഴ്സ് അഷ്വേഴ്സ് ദാറ്റ് അർണോൾഡ് വിൽ ബി കെയർഡ് ഫോർ, ബെറ്റ് സേസ് ഗുഡ് ബൈ. അർണോൾഡിനെ ഞങ്ങൾ നന്നായി നോക്കിക്കോളാമെന്ന് നേഴ്സ് പറഞ്ഞതോടുകൂടി അവനോട് ഗുഡ് ബൈ പറഞ്ഞ് അവർ യാത്രയാകുന്നു. With tears, she climbs the cab and urges the driver to move fast towards the railway station. നിറ കണ്ണുകളോടെ ആ ഹോസ്പിറ്റലിൽ വിട്ട് അമ്മ കാറിൽ കയറുന്നു. എത്രയും വേഗം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. She knows the train has been delayed by 20 minutes. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ 20 മിനിറ്റ് ലേറ്റാണ്. When Bet desperately waits there, the town mayor enters the station and announces that he will be giving a 20-minute speech. അങ്ങനെ എങ്ങനെ സമയം ചെലവഴിക്കുമെന്ന അസ്വസ്ഥതയിൽ നിൽക്കുന്ന ബെറ്റിൻ്റെ മുന്നിലേക്ക് ടൗണിലെ മേയറും ഒരു കൂട്ടം ആളുകളും എത്തുന്നു. എന്നിട്ട് അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു ഒരു 20 മിനിറ്റുള്ള പ്രസംഗം അവിടെ നടത്തുകയാണ് എന്നുള്ളത്. ബെറ്റ് ഈസ് റിലീവ്ഡ് ദെൻ ആൻഡ് ബിലീവ്സ് ദാറ്റ് ദേ ഹാവ് കം ജസ്റ്റ് ഫോർ ഹെർ സേക്ക്. 20 മിനിറ്റുള്ള ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആശ്വാസമായി മാറുന്നു ബെറ്റിന്. മാത്രമല്ല തനിക്ക് വേണ്ടിയാണ് അവർ വന്നത് എന്ന് പോലും ബെറ്റിന് തോന്നുന്നു. ആൻഡ് ഫ്രം നൗ ഓൺ ആൾ ദ വേൾഡ് വാസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഇനി അങ്ങോട്ട് തൻ്റെ മുന്നിലുള്ള ലോകം മുഴുവൻ ഇങ്ങനെയായിരിക്കുമെന്ന് ബെറ്റ് തിരിച്ചറിയുന്നു. ജസ്റ്റ് സംതിങ് ഓൺ സ്റ്റേജ്. എല്ലാം ഇനി സ്റ്റേജിൽ നടക്കുന്ന പോലെയുള്ളൂ. ഫോർ ഹർ ടു സിറ്റ് ബാക്ക് ആൻഡ് വാച്ച്. ഞാനിനി ചാരിയിരുന്ന് കണ്ടാൽ മാത്രം മതി. മുന്നിലുള്ള ജീവിതം മുഴുവൻ ഇനി എനിക്ക് കാണാനുള്ളത് മാത്രമാണ്, അല്ലാതെ ബാക്കിയെല്ലാം അവസാനിച്ചു എന്ന് ആ അമ്മയ്ക്ക് തോന്നുകയാണ്. അറ്റ് ദ എൻഡ്, ഇൻ ഓർഡർ ടു എൻഡ്യൂർ ദ പെയിൻ ഓഫ് ലോസ്, ഷീ ചൂസസ് ടു ഡിസ്കണക്ട് ആൻഡ് ബിക്കെയിം ആൻ ഒബ്സർവർ ഓഫ് ലൈഫ് റാദർ ദാൻ എ പാർട്ടിസിപ്പൻറ്റ്. അങ്ങനെ അവസാനം എല്ലാം സഹിച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അമ്മയ്ക്ക് കഴിയാതാവുന്നു. ഷീ ചോസസ് ടു ഡിസ്കണക്ട്.
എല്ലാത്തിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കാൻ, എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ ആ അമ്മ തീരുമാനിക്കുന്നു. ആൻഡ് ബിക്കെയിം ആൻ ഒബ്സർവർ ഓഫ് ലൈഫ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ജീവിതം തൻ്റെ മുമ്പിൽ ഇനി നടക്കുന്നത് ഒരു കാഴ്ചക്കാരിയായി മാത്രം കാണാൻ തീരുമാനിക്കുന്നു. റാദർ ദാൻ എ പാർട്ടിസിപ്പൻ്റ്. ഇനി ഇതിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളല്ല, ഇനി തനിക്ക് ജീവിതമെന്നൊന്നില്ല, എല്ലാം കാഴ്ചകൾ മാത്രമാണ്. ഷീ ബിലീവ്സ് ദാറ്റ് ഹർ ഡിസിഷൻ വിൽ സേവ് ദ ഫാമിലി ആൻഡ് ഹെർ സെൽഫ്. തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ തീരുമാനം രക്ഷിക്കുമെന്ന് ബെറ്റിന് തോന്നുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ബെറ്റ് ഹാസ് ഗിവൺ അപ്പ് ഹർ റോൾ ആസ് എ മദർ ആൻഡ് ഫൈൻഡ്സ് എ ന്യൂ ഐഡൻറ്റിറ്റി ഓഫ് ഹർ ഓൺ. കഥയുടെ അവസാനത്തിൽ അമ്മ എന്ന ആ റോൾ തന്നെ അവർ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഫൈൻഡ്സ് എ ന്യൂ ഐഡൻറ്റിറ്റി ഓഫ് ഹർ ഓൺ. തൻ്റേതു മാത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് അവൾ ചുരുങ്ങുന്നു. ഇനി ഒരു കാഴ്ചക്കാരിയായി ആ അമ്മ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കും. ബെറ്റ് ബ്ലെവിസിൻ്റെ ജീവിതത്തിലൂടെ മനോഹരമായ ഒരു ചെറുകഥയാണ് ആൻ ടൈലർ നമുക്ക് വിശദമാക്കി തന്നത്. ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് വളരെ വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.